കോഴിക്കോട്ടെ നിപബാധയുടെ പശ്ചാത്തലത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം.എസ്. സനിൽകുമാർ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 2018 ആദ്യ നിപബാധയിൽ ജീവൻ നഷ്ടമായ സാബിത്തിന്റെയും സാലിഹിന്റെയും സഹോദരന് ജോലി നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഓർമ്മപ്പെടുത്തൽ. ആദ്യ നിപ ഔട്ട്ബ്രേക്കിൽ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ലിനി ഡ്യൂട്ടിക്കിടെ രോഗബാധയേറ്റ് മരണപ്പെട്ടിരുന്നു. ലിനിക്ക് സർക്കാരും സമൂഹവും വലിയ ആദരവാണ് നൽകിയത്. കുടുംബത്തിന് സാമ്പത്തിക സഹായവും ഭർത്താവിന് സർക്കാർ ജോലിയും നൽകി. ലോകാരോഗ്യ സംഘടന വരെ ലിനിയുടെ സേവനത്തെ ആദരിച്ചിരുന്നു. എന്നാൽ അന്നത്തെ നിപബാധയിൽ മരിച്ച ആരോഗ്യപ്രവർത്തക ലിനി മാത്രമല്ലെന്നാണ് എം.എസ്. സനിൽകുമാർ വെളിപ്പെടുത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി അസിസ്റ്റന്റ് സുധയാണ് നിപ ബാധിച്ചു മരിച്ച ആദ്യ ആരോഗ്യപ്രവർത്തക. എന്നാൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ. ശൈലജയും ആരോഗ്യവകുപ്പും ഇക്കാര്യം പൂഴ്ത്തിവെക്കുകയും നിപ മരണപ്പട്ടികയിൽ നിന്ന് സുധയെ ഒഴിവാക്കുകയും ചെയ്തു. സുധയ്ക്ക് അർഹിക്കുന്ന ആദരവോ കുടുംബത്തിന് സഹായമോ ലഭിച്ചില്ല. ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ, ദ ജേണൽ ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്നീ അന്താരാഷ്ട്ര പ്രശസ്തമായ മെഡിക്കൽ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠന റിപ്പോർട്ടുകളെ ആധാരമാക്കിയാണ് സനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേരള സർക്കാരിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്ന രാജീവ് സദാനന്ദൻ, വൈറോളജി ശാസ്ത്രജ്ഞൻ അരുൺകുമാർ, അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനിലെ വിദഗ്ധർ, ICMR, പൂനെ NIV തുടങ്ങിയ 15ഓളം പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ ചേർന്നാണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. ആരോഗ്യവകുപ്പിന്റെ മുൻകാല അവകാശവാദങ്ങളും ഈ റിപ്പോർട്ടിലെ വിവരങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രോഗബാധിതരുടെ എണ്ണം 19 പേർക്ക് രോഗം ബാധിച്ചു, 17 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ 23 പേർക്ക് രോഗം ബാധിക്കുകയും 21 പേർ മരിക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രോഗം തിരിച്ചറിഞ്ഞത് രണ്ടാമത്തെ രോഗിയായ സാലിഹിൽ വെച്ചുതന്നെ രോഗം തിരിച്ചറിഞ്ഞു എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പേരാമ്പ്ര താലൂക്ക് ആശുപത്രി, ബാലുശ്ശേരി സർക്കാർ ആശുപത്രി എന്നിവിടങ്ങളിലായി 5 രോഗികൾ മരിച്ച് 6ാമത്തെ രോഗിയായ സാലിഹ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെത്തിയപ്പോൾ മാത്രമാണ് നിപ തിരിച്ചറിയാനായത്. അതുവരെ രോഗം കണ്ടെത്താൻ സർവൈലൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞില്ല. ആരോഗ്യപ്രവർത്തകരുടെ മരണം മെയ് 19-നാണ് സുധ മരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം മെയ് 20-ന് ലിനിയും മരണപ്പെട്ടു. ആദ്യ നിപരോഗിയായ സാബിത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിലെത്തിച്ചപ്പോൾ സുധ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് സാബിത്ത് ഛർദ്ദിച്ചപ്പോൾ ആ സ്രവത്തിൽ നിന്നാകാം സുധയ്ക്ക് രോഗം പകർന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 2018 നിപ രോഗബാധയിൽ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ തെറ്റായിരുന്നുവെന്ന് പബ്ലിക് ഹെൽത്ത് ഡോക്ടർമാരും ആരോഗ്യ സംവിധാനങ്ങളും അംഗീകരിച്ചിട്ടും സുധ ഇപ്പോഴും വിസ്മൃതിയിലാണെന്നും അർഹമായ ആദരവ് സുധയ്ക്കും ലഭിക്കേണ്ടതുണ്ടെന്നും സനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നു.